ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. GF ഗുഡ് ന്യൂസ് ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മൾ ഈ ദിവസങ്ങളിൽ ചില യുദ്ധ പ്രാർത്ഥനകൾ പിശാചിനെതിരെ നടത്തുവാൻ തക്കവണ്ണം കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ പ്രാർത്ഥന നിങ്ങൾ ശ്രവിച്ചതിന് ശേഷം നിങ്ങൾക്കത് ആശ്വാസവും അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമൻറ്റ് എഴുതുക. അതെനിക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഒരു കമൻ്റ് ഇട്ടാൽ അത് എനിക്കൊരു ദൈവനാമമുഹൂർത്തത്തിന് ഒരു കാരണമായി തീരുകയും അത് പ്രാർത്ഥിക്കുന്ന എനിക്ക് അതൊരു ആശ്വാസമായിരിക്കുകയും ചെയ്യും. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ശ്രീയേശുനാമം അതിശയനാമം ഏഴെനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴെനിക്കിമ്പനാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും അടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴെനിക്കിമ്പനാമം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ സഭയെ, ഞങ്ങളുടെ ദേശത്തെ യേശുവിൻ രക്തത്തിൽ മറച്ചുകൊണ്ട് ഞങ്ങൾക്കായി യുദ്ധം ചെയ്യുവാൻ ദൂതന്മാരെ അയക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ യുദ്ധ ആയുധങ്ങൾ മൂലം എല്ലാവിധമായ പിശാചിനുടെ പ്രവൃത്തികളെയും മന്ത്ര ആത്മാക്കളെയും നിർമൂലമാക്കുന്ന ആത്മാക്കളെയും മാനസിക വിഭ്രാന്തി വരുത്തുന്ന മാതിരി ബാധിപ്പുള്ള ആത്മാക്കളെയും തകർത്ത് മുറിവേൽപ്പിച്ച് നശിപ്പിച്ച് അവകളെ ചുറ്റിയുള്ള ചുമരുകളെ യേശുവിൻ നാമത്തിൽ ഉന്മൂലനാശം ചെയ്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. കർത്താവേ, ദൈവ സാന്നിധ്യത്തിൻ്റെ തീ ഇറക്കി യേശുവിൻ രക്തത്തിനാൽ എല്ലാവിധമായ ശാപത്തിൻ ശക്തികളെയും മന്ത്രവാദിയുടെ ശക്തികളെയും കോപാകുലരായ ആത്മാക്കളെയും വശീകരിക്കുന്ന ആത്മാക്കളെയും ഭയം വരുത്തും ആത്മാക്കളെയും രക്തബലി കൊടുത്തത് മൂലം പ്രവർത്തിച്ച ആത്മാക്കളെയും മയക്കും ആത്മാക്കളെയും ഞങ്ങൾക്ക് വിരോധമായി പിശാചിൻ്റെ അടുത്ത് ചെയ്ത എല്ലാ ഉടമ്പടി മൂലം പ്രവർത്തിക്കുന്ന ആവികളെയും ആത്മാക്കളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിർമൂലമാക്കുന്നു. പിശാചിൻ്റെ ശക്തി മൂലം ചെയ്യപ്പെടുന്ന വ്യക്തികൾ, പൂജകൾ, ചിന്തകൾ, പദ്ധതികൾ, യുദ്ധങ്ങൾ, ശത്രു നുഴഞ്ഞു കയറുന്ന വഴികൾ, മന്ത്രവാദം, ഏകപ്പെട്ട സാക്ഷ്യപ്പെടുത്താനുള്ള തന്ത്രങ്ങൾ, മായാജാലങ്ങൾ, മന്ത്രവാദം, മനുഷ്യൻ്റെ ചിന്തകളെ പ്രോഗ്രാം ചെയ്യാനുള്ള വൈദഗ്ധ്യമുള്ള കാര്യങ്ങൾ, ഇവയെല്ലാം ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ തീയെയും യേശുവിൻ്റെ രക്തത്തെയും തളിച്ച് നശിപ്പിക്കുന്നു. ഭൂതങ്ങൾ, ദ്രാവക ഉൽപ്പന്നങ്ങൾ, മോഹിപ്പിക്കുന്ന ശക്തികൾ, മരണ ആത്മാക്കൾ, നശിപ്പിക്കുന്ന ശക്തികൾ, വ്യാധികൾ, പൂജകൾ, ശല്യങ്ങൾ, പതിവായി നടക്കുന്ന പൂജകൾ, ചന്ദനത്തിരികൾ, പുകകൾ, കത്തുന്ന മെഴുകുതിരികൾ എല്ലാറ്റിൻ്റെയും മേലും ദൈവ സാന്നിധ്യത്തിൻ്റെ അഗ്നിയെ ഇറക്കി യേശുക്രിസ്തുവിന്റെ രക്തത്തെയും തളിച്ച് നശിപ്പിക്കുന്നു. മന്ത്രങ്ങൾ, മന്ത്രപാരായണങ്ങൾ, പിശാചിൽ നിന്ന് വരുന്ന ലാഭങ്ങൾ, പാമ്പിൻ രൂപങ്ങൾ, ചിത്രങ്ങൾ, മിനുസമാർന്ന സാധനങ്ങൾ, മറ്റും വിനാശകരമായ ശക്തികൾ, മുട്ടകൾ മൂലം വരും ശാപങ്ങൾ, എനിക്കും കുടുംബത്തിനും സഭയ്ക്കുമെതിരെ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവ സാന്നിധ്യത്തിൻ്റെ അഗ്നി ഇറക്കി ചുട്ടരിക്കുന്നു. അശുദ്ധ ശക്തികളെ വെളിപ്പെടുത്തുന്ന ചെമ്പ്, വെള്ളി തകിടുകൾ, നീളമുള്ള കല്ല് വരകൾ യേശുവിൻ നാമത്തിനാലെ വെട്ടി കഷ്ണങ്ങളാക്കി അത് വെട്ടിക്കളയുന്നു. അവയുടെ അതിരുകളെ യേശുവിൻ രക്തത്തിനാൽ മൂടി സീൽ ചെയ്ത് ഏവർക്കും തിന്മ ചെയ്യാതെ വണ്ണം യേശുക്രിസ്തു നാമത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ ഇപ്പോൾ നശിപ്പിച്ചു കളയുന്നു. ഈ വിശ്വാസത്തിനാൽ ആത്മാക്കളെ രക്ഷിക്കാനും ദൈവനാമ മഹത്വത്തിനായി തീരുവാനും പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിനാൽ ദൈവത്തിന്റെ സ്നേഹത്തിനാൽ വളരുവാനും സംരക്ഷിക്കപ്പെടുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ. എല്ലാവിധമായ അധികാരങ്ങൾ, വകുപ്പുകൾ, നാമങ്ങൾക്ക് മേലെ ഞാൻ ഉയരത്തിലുള്ള യേശുവിനോട് കൂടെ ഇരിക്കുന്നു. എനിക്കും കുടുംബത്തിനും സഭയ്ക്കുമെതിരാകെ ചെയ്യപ്പെടുന്ന അധികാരങ്ങൾ, ശക്തികൾ, വകുപ്പുകൾ ഇവയ്ക്കെതിരെ യേശുവിൻ നാമത്തിലെ കെട്ടി ദൈവം കൊടുത്തിട്ടുള്ള അധികാരത്തെ ഏറ്റെടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മുഴങ്കാലുകളും മടങ്ങുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ജയത്തെടുക്കുകയാണ്. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ആകാശത്തിലെ അന്ധകാര ശക്തികൾ എനിക്കെതിരായി, എൻ്റെ കുടുംബത്തിനെതിരായി, സഭയ്ക്കെതിരായി, ദേശത്തിനെതിരായി തീരുമാനിച്ചിരിക്കുന്ന പദ്ധതികൾ യേശുവിൻ നാമത്തിൽ നശിപ്പിക്കുന്നു. എനിക്ക് വീടിന് സഭയ്ക്കെതിരായി ചെയ്യപ്പെടുന്ന ഗ്രഹങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ വെട്ടിയെറിയുന്നു. അതിൻ്റെ കെട്ടുകളെ വെട്ടുമടി ദൂതന്മാരുടെ സഹായത്തെ ചോദിക്കുന്നു. സൂര്യൻ, ചന്ദ്രൻ എന്ന കടവുകളിൻ പേരാലെ, ദൈവത്തിൻ്റെ പേരാൽ, ദേവനുടെ പേരാലെ ചെയ്യുന്ന ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ, ദൈവം നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കെട്ടുന്നു. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുന്ന വചനത്തിൻ പ്രകാരം മനുഷ്യരെ നശിപ്പിക്കുന്ന, കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്ന, അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും വരുന്ന പിശാചിന്റെ പ്രവർത്തനങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ കെട്ടുന്നു. എൻ്റെ ജീവിതത്തിലെ, സഭയിലെ ക്രിയ ചെയ്യുന്ന ആകാശമണ്ഡലത്തിലെ പ്രഭുവിൻ്റെ പ്രവൃത്തികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. വാനത്തിലെ അധികാര പ്രഭുവിൻ്റെ ശക്തികൾ യേശുവിൻ നാമത്തിൽ കെട്ടുന്നു. പകലിലെ വെയിലാകിലും രാത്രിയിലെ നിലാവാണെങ്കിലും എന്നെ അത് കഷ്ടപ്പെടുത്തുകയില്ല. വാനത്തിലെ ഇടിമുഴക്കങ്ങൾ എൻ്റെ ശത്രുവിനെതിരെ ചെയ്യപ്പെടുവാനും എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരുവാനും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ജയമെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. വാനമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികളോട് യുദ്ധം ചെയ്യുവാൻ എനിക്ക് വേണ്ടി ദൂതന്മാരെ അയക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി വാനത്തെ തുറന്ന് എനിക്കെതിരായി സാത്താനാൽ പ്രവർത്തിക്കുന്ന ഇടപാടുകളെ തടസ്സപ്പെടുത്താനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, അങ്ങയെപ്പോലെ ഒരു ദൈവം വേറെ ഇല്ലാത്തതുകൊണ്ട് അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുന്ന് മഹാദൈവമായതുകൊണ്ട് സ്തോത്രം കർത്താവേ. അത്യുന്നതിന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവന്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ പാറയുമാണെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു കർത്താവേ. ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എടുക്കുകയാണ് കർത്താവേ. ആ വചനം ഞങ്ങളെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കുന്ന വചനമായിരിക്കാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ആ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞങ്ങൾ ആ വചനം ഏറ്റെടുക്കുകയാണ് കർത്താവേ. അതിൻ്റെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ തക്കണം, അതിൻ്റെ നന്മകൾ ഞങ്ങൾ അനുഭവിക്കുവാൻ തക്കണം. ഞങ്ങൾ ആ വചനത്തെ ഏറ്റുപറയുകയാണ് കർത്താവേ. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിൻ്റെ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിക്കാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ വചനത്തെ വിശ്വസിക്കുകയാണ്. ഞങ്ങൾ അങ്ങയുടെ വചനം ഏറ്റെടുക്കുകയാണ്. ഞങ്ങൾ അങ്ങയുടെ വചനത്തെ ഏറ്റുപറയാണ് കർത്താവേ. ഞങ്ങൾക്ക് വിരോധമായി കൂട്ടം കൂടുന്ന ശത്രുക്കളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചിതറടിക്കുകയാണ് കർത്താവേ. ശത്രു നിന്റെ നേരെ ഒരു വഴിയായിട്ട് വരും, 7 വഴിയായി ചിതറിപ്പോകുമെന്നുള്ള അങ്ങയുടെ വചനത്തിനായിട്ട് സ്തോത്രം. നീ ദൈവത്തിന്റെ കൺമണിയാണ്. നിന്നെ തൊടുന്നവൻ ദൈവത്തിന്റെ കൺമണിയാണ് തൊടുന്നത്. അതെ, പിശാചോ മനുഷ്യർക്കോ ഞങ്ങളെ തൊടുവാൻ കഴിയാതവണ്ണം ദൈവത്തിന്റെ ദൂതന്മാരെ ഞങ്ങൾക്ക് കാവൽ നൽകിയിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഹാലേലൂയ, ഹാലേലൂയ. വേട്ടക്കാരനെ കെണിയിൽ ഞങ്ങൾ രക്ഷിക്കുന്ന, മഹാമാരിയിൽ ഞങ്ങൾ രക്ഷിക്കുന്ന, സംഹാര ദൂതനിൽ ഞങ്ങൾ രക്ഷിക്കുന്ന യേശു ക്രിസ്തുവിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. യേശു ക്രിസ്തുവിന്റെ രക്തം ഞങ്ങൾ ഉയർത്തിയാണ് കർത്താവേ. ഓ ഹാലേലൂയ. യേശു ക്രിസ്തുവിന്റെ രക്തമേ ഞങ്ങളുടെ വീടിന് ചുറ്റും അത് കാവലായിട്ട് നിൽക്കണമേ. അതൊരു കോട്ടം അതിലായിട്ട് ഞങ്ങളുടെ ഭവനങ്ങൾക്ക് ചുറ്റും ഉയർത്തപ്പെട്ട് നിൽക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ. അതിന്റെ ശക്തി വെളിപ്പെടുത്തേ കർത്താവേ. ഒരശുദ്ധാത്മാവിനും അടുത്ത് വരാതവണ്ണം യേശു ക്രിസ്തുവിന്റെ രക്തത്തെ ഞങ്ങൾ ഉയർത്തുകയാണ്. അതേ, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ അവർ കുഞ്ഞാടിന്റെ രക്തത്താലും തങ്ങളുടെ സാക്ഷ്യവചനത്താലും പിശാചിനെ ജയിച്ചു ഞങ്ങൾ വായിക്കുന്നു. അതേ, പിശാചിനോട് എതിർത്ത് നിൽക്കുന്നു, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ആ വചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പിശാചിനോട് എതിർത്ത് നിൽക്കുകയാണ്. പിശാചിനെ നിന്നോട് ഞങ്ങൾ എതിർക്കുന്നു. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന അധികാരം ഉപയോഗിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിശാചിനെ നിന്നോട് ഞങ്ങൾ എതിർക്കുകയാണ്. നീ വീണു പോയവനാണ്, നിനക്ക് ഞങ്ങളെ ജയിക്കുവാനായിട്ട് കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിന്നെ നശിപ്പിക്കുകയാണ്. നിന്റെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ അഴിക്കുകയാണ്. നീ കുഞ്ഞുങ്ങളെ കെട്ടിവെച്ചിരിക്കുന്ന, ബാല്യക്കാരെ കെട്ടിവെച്ചിരിക്കുന്ന, വയസ്സായവരെ കെട്ടിവെച്ചിരിക്കുന്ന എല്ലാ കെട്ടുകളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അഴിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സർവശക്തിയുള്ള ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതിയെയും കൂടി നിന്റെ മേലോ യഹോവ ഉദിക്കും. അതേ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മേൽ ഉദിക്കണമേ കർത്താവേ. അങ്ങ് ഞങ്ങൾക്ക് നിത്യപ്രകാശമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടെ നിന്ന് പറഞ്ഞു, ഇനി നിനക്ക് വെളിച്ചം തരുന്ന സൂര്യനല്ല, ഇനി നിനക്ക് വെളിച്ചം തരുന്ന ചന്ദ്രനല്ല, യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കുമെന്ന് പറഞ്ഞു കർത്താവേ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകിൽ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞ ദൈവമായതുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ തലയിലെ മുടികളെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്ന അവയിലൊന്നും അങ്ങറിയാതെ അഴിഞ്ഞു പോകുന്നില്ല, നശിച്ചു പോകുന്നില്ല. അതിനായിട്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവേ. ഓ, ഞങ്ങളുടെ കാലടികളെ പരിപാലിക്കുന്ന ദൈവം, തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്ന ദൈവം, ഓ ഞങ്ങളുടെ ഗമനത്തെയും ആഗമനത്തെയും പരിപാലിക്കുന്ന ദൈവം കർത്താവെ, ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു.
സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണമേ കർത്താവേ. എല്ലാ കുടുംബങ്ങളെയും നീ അനുഗ്രഹിക്കണമേ കർത്താവേ. എല്ലാ സഭകളെയും നീ അനുഗ്രഹിക്കണമേ കർത്താവേ. എല്ലാ സുവിശേഷ പ്രവർത്തകരെയും കർത്താവിന്റെ വേലക്കാരെയും നീ അനുഗ്രഹിക്കണമേ കർത്താവേ. നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. ദേശത്ത് പാർത്ത് വിശ്വസ്തരെ ആചരിക്കുവാൻ തക്കോണം ദൈവകൃപ ഞങ്ങൾ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം മഹത്വം എടുത്താട്ട് ലഡ്യങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമീൻ. ആമീൻ. എന്നെ കേട്ട പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ വലിയ നാമം ഇന്നും ഇന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമീൻ.